ഈ ശ്രീദേവിയും രേണുകയും തമ്മിൽ എങ്ങനെയായിരുന്നു? ഐ മീൻ, ആശയപരമായി അവർക്കെന്തെങ്കിലും? ഏയ്, അങ്ങനെയൊന്നുമില്ല. അവര് തമ്മില് നല്ല ടേംസിൽ തന്നെയായിരുന്നു. രേണുക ഇവിടെ എത്തിയ വിവരം ഡോക്ടർ ശ്രീദേവി തന്നെയാ എന്നോട് വിളിച്ചു പറഞ്ഞത്. അപ്പോ മാഡം എവിടെയായിരുന്നു? രേണുക എത്തിയ സമയം ഞാൻ വീട്ടിലായിരുന്നു. ജീവന്റെ അക്ഷയ സ്രോതസ്സാണമ്മ, സർവം സഹയാണെൻ്റെ അമ്മ. അമ്മതൻ നെഞ്ചിലെ തേൻ മധുരം, താരാട്ടുപാട്ടിന്റെ സംഗീതവും, ഗതകം നിറഞ്ഞ ഗതകം. അതെന്താടോ? ദേ മാധവേട്ട, ഞാൻ ആ കവിത വായിക്കാൻ തന്നതേ തെറ്റ് കണ്ടുപിടിക്കാൻ മാത്രമല്ല, അതിന്റെ നന്മയും തിരിച്ചറിയാൻ വേണ്ടിട്ടാ. അത് ശരിയാ, പക്ഷേ പ്രസിദ്ധീകരിക്കേണ്ടതേ ഞാൻ പത്രാധിപരായ പ്രസിദ്ധീകരണത്തിലായതുകൊണ്ട് എനിക്കതിന്റെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിച്ചേ പറ്റൂ. സോ റിയലി സോറി മാഡം. എങ്കിൽ എന്റെ പത്രാധിപ രേമാൻ ആ കവിത ഇങ്ങ് മടക്കി തന്നേരെ. അരുന്ധതി ദേവിയുടെ ഒരു കവിത കിട്ടാൻ വേണ്ടി പല പത്രമാസികകളും ക്യൂ നിൽക്കുക. അപ്പോഴേക്കും പിണങ്ങിയോ? ദേ നോക്ക്, ശബ്ദധാരാവലിയിലും ഉണ്ടാ വാക്ക്. അപ്പോ അരുന്ധതി മാഡം ശബ്ദധാരാവലി ബൈഹാർട്ടാക്കി വെച്ചിട്ടാണ് കവിത എഴുതുന്നത്. ഈ മാധവേട്ടൻ അസൽ പത്രക്കാരൻ തന്നെ. എല്ലാം നെഗറ്റീവ് സെൻസിലെ ചിന്തിക്കൂ. പിണങ്ങിയിരിക്കുമ്പോഴാണ് നീ കൂടുതൽ സുന്ദരിയായിരിക്കുന്നത്. മണ്ടിപ്പെണ്ണേ, ഒന്ന് ചിരിക്കൂ. അങ്ങനെയല്ല, ഇങ്ങനെ. പത്ര ഓഫീസിലെ പണി കളഞ്ഞിട്ടേ വല്ല മിമിക്രി ട്രൂപ്പിലും ചേരാൻ നോക്ക്. നല്ല കാശ് കിട്ടും. ചിലപ്പോ അതുവഴി സിനിമയിലും ചേരാം. ആ വഴി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് ആലോചിക്കുക. ഒരു ചേഞ്ചും ആവും. ഹലോ, അതെയല്ലോ. ഉണ്ട്. മാഡത്തിനാ. ഹലോ, അതെ. ഓഹോ, ആരാണെന്നറിയാൻ വയ്യേ? ശരി ശരി, ഞാൻ ഉടനെ എത്താം. ശരി. എനിക്ക് അത്യാവശ്യമായി താലോലം വരെ ഒന്ന് പോണം. കവിത എഴുതിയങ്ങിരുന്നതുകൊണ്ട് ഉച്ചയൂണിന്റെ കാര്യം മറന്നുപോയി. അപ്പോ ഞാൻ ഉച്ചക്ക് പട്ടിണിയാണെന്ന് അർത്ഥം. ഹോട്ടലിൽ പോയി കഴിക്കാലോ. ഓ, ആ ഐഡിയ എനിക്കും അറിയാമല്ലോ. ഭാര്യമാര് സാമൂഹ്യ പ്രവർത്തനത്തിന് ഇറങ്ങി തിരിച്ചാലേ നമ്മളെ പോലുള്ള പാവപ്പെട്ട ഭർത്താക്കന്മാരുടെ ഗതി അധോ ഗതി. ഏതോ നല്ല വീട്ടിലെ കുട്ടിയാ. മെന്റലി ഡിപ്രസ്ഡ് ആണെന്ന് തോന്നുന്നു. കിടന്നോളൂ. വീട്ടിൽ നിന്നും പിണങ്ങിയിറങ്ങിയതാണോ? പിന്നെ എന്താ മിണ്ടാത്തെ? ഞങ്ങൾക്ക് കുട്ടിയെ സഹായിക്കാൻ സാധിക്കും.
പറയൂ, എവിടെയാ വീട്? ഞാൻ എന്റെ വീട്. ദയവായി എന്നോടൊന്നും ചോദിക്കരുത്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? കാര്യങ്ങളൊക്കെ അറിഞ്ഞെങ്കിലല്ലേ കുട്ടിക്ക് ഇവിടെ നിൽക്കാനൊക്കൂ. വ്യക്തമായ കാരണങ്ങളില്ലാതെ ഞങ്ങൾ ഇവിടെ ആരെയും നിർത്താറില്ല. കുറച്ചു കഴിഞ്ഞ് ഞാൻ എവിടെയെങ്കിലും പൊയ്ക്കോളാം. പോകുകയൊന്നും വേണ്ട. പരിഹാരമില്ലാത്ത പ്രശ്നമുണ്ടോ? കുട്ടി ഏതാണെന്ന് പറയൂ. എന്തിനാ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നത്? വ്യക്തമായ രേഖകളില്ലാതെ ഞങ്ങൾക്കിവിടെ കുട്ടിയെ നിർത്താനാവില്ല. പറയൂ. ഇനി എന്താ ചെയ്യുന്ന മാഡം? ഈ കുട്ടിയൊന്നും പറയുന്നില്ലല്ലോ. ശ്രീദേവി, നമുക്ക് ഈ കാര്യം പോലീസിൽ അറിയിക്കാം. ഫോൺ ചെയ്യൂ. എന്റെ പേര് രേണുക എന്ന. ആരോടും വഴക്കിട്ടല്ല ഞാൻ വീട് വിട്ടത്. അങ്ങനെ ചെയ്യേണ്ടി വന്നു. ഞാൻ എവിടെയുള്ള വിവരം പോലീസ് അറിഞ്ഞു അവരെന്റെ വീട്ടിൽ അറിയിക്കും. എന്റെ അമ്മയും മറ്റുള്ളവരും എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വരും. എനിക്ക് എന്റെ നാട്ടിലേക്ക് പോകണ്ട. നിങ്ങൾക്ക് ശല്യമാണെങ്കിൽ ഞാനിവിടെ നിന്ന് പറ്റെങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. അവിടെയാണ് മാഡത്തിന് തെറ്റുപറ്റിയത്. ഇങ്ങനെ ഒരു പെൺകുട്ടി വീട് വിട്ടിറങ്ങി ഇവിടെ വന്ന് കയറുമ്പോൾ മാഡം ആദ്യം പോലീസിനെ ഇൻഫോം ചെയ്യണമായിരുന്നു. മാഡം അത് ചെയ്തില്ല. വൈ? എന്തുകൊണ്ട്? അത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കരുതിയില്ലല്ലേ? പക്ഷേ സംഭവിച്ചു കഴിഞ്ഞിട്ടും മാഡം അത് ചെയ്യാൻ വൈകി. കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് നീങ്ങുന്നുവെന്ന് കണ്ടപ്പോൾ മാത്രമാണ് ഒടുവിൽ മാഡം അത് ചെയ്തത്. ശരിയല്ലേ? വാർത്ത പുറത്തായാലുണ്ടായേക്കാവുന്ന കോലാഹലങ്ങളെക്കുറിച്ച് ഓർത്ത് ഭയന്നിട്ടായിരുന്നു ഞാനങ്ങനെ ചെയ്യാതിരുന്നത്, സർ. പിന്നെ താലോലത്തിന്റെ പ്രവർത്തനങ്ങളെ അത് പല വിധത്തിലും ബാധിച്ചേക്കുമെന്നും ഭയന്നിരുന്നു. രേണുകയ്ക്ക് ഇവിടെ ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ആരുമായിട്ടായിരുന്നു? അത് മീനാക്ഷിയോട് തന്നെയായിരുന്നു. ശരിയാണോ? വേണ്ട.
போய் അതൊന്നും சொல்றேன் പറ്റില്ല. எனக்கு அம்மாவை பார்க்கணும். പറഞ്ഞാ മനസ്സിലാവില്ലേ? விடு என்ன எனக்கு போகணும் ദേ, என் നിങ്ങൾ ഞാൻ அம்மாவை പറയുന്നത് ഒന്ന് பார்க்கணும். കേക്ക്. அம்மா அலுவா வாங்க போயிருக்கு പറ്റില്ല, என்ன പറ്റില്ല, விடு ஏன் நீ പറ്റില്ല தொந்தரவு എന്ന്. பண்ற என்ன விடு വെറുതെ വാശി പിടിക്കണ്ട. என்ன விடுப்பா ഞാൻ അനന്ത് ഇപ്പൊ போகணும் എങ്ങോട്ടും പോകണ്ട. அம்மா அலுவா வாங்க போயிருக்கு അതൊന്നും പറ്റൂല. என்ன விடு எனக்கு அம்மாவை பார்க்கணும் நீ என்ன അമ്മ ഇവിടെ തന്നെ ഉണ്ടല്ലോ. நீ போய் சொல்ற ഉണ്ട്. எனக்கு அம்மாவை பார்க்கணும் പറയുന്ന കേക്ക്. விடு என்ன போகட்டும் அம்மா வரும்போது நான் அலுவா வாங்கி தர சொல்லுவேன் ശരി ശരി ശരി. என்ன விடு ആയിക്കോട്ടെ, ഇപ്പൊ അകത്ത് പോ. என்ன விடு ம். ம். இந்த குட்டி யாரு ம். இந்த பூ வச்சுக்கோ கண்ணா நீ எங்கடா போனே? ஐயோ நான் எங்கடா போயிட்டான்? நான் என்ன பண்ணுவேன் கடவுளே? கண்ணா தம்பி நீ எங்கடா போனே? ஐயோ அப்பா கடவுளே நீ எங்கடா போனே? வாடா வந்து இப்படி உட்காரு. ஒரு நிமிஷம் பதறி போயிட்டேனே. எங்கடா போனே? எவ்வளவு தடவை சொல்லி இருக்கேன் என்கிட்ட சொல்லாம வெளியே போகாதேன்னு. கேட்டியா? കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി രേണുകയെ നിർബന്ധിച്ച് വീട്ടിലേക്ക് തിരിച്ചുവിടാൻ മാഡം ശ്രമിച്ചിട്ടില്ലേ? ശ്രമിച്ചു. ഞാനും ഡോക്ടർ ശ്രീദേവിയും പലതവണ അതിന് ശ്രമിച്ചു. ആലോചനയിലാണല്ലോ. ഞാൻ വന്നത് ഡിസ്റ്റർബൻസ് ആയോ കുട്ടിക്ക്? തലവേദനയൊക്കെ മാറിയോ? എന്താ ഒന്നും മിണ്ടാത്തെ? മീനാക്ഷി അനുകരിക്കുകയാണോ? വീട്ടുകാര്യങ്ങളും നാട്ടുകാര്യങ്ങളും ഒക്കെ അറിയണമെന്ന് താല്പര്യമില്ലേ? വീട് വരെ ഒന്ന് പോയിട്ട് വന്നൂടെ? ഞാൻ ഓരോന്ന് ചോദിക്കുന്നുണ്ട്, ബുദ്ധിമുട്ടായോ? ഉത്തരവില്ലാത്ത ചില ചോദ്യങ്ങളിൽ നിന്നാണ് ഞാൻ ഒളിച്ചോടിയത് ഡോക്ടർ. ഇവിടെ എനിക്ക് സ്വസ്ഥതയുണ്ട്. നാട്ടുകാരെയും വീട്ടുകാരെയും കാണണ്ടല്ലോ. അവരുടെയൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരവും കൊടുക്കണ്ട. ആവുന്നിടത്തോളം ഇവിടെ തന്നെ ജീവിക്കണമെന്ന ആഗ്രഹം. അപ്പോ രേണുകയ്ക്ക് വീട്ടിൽ പോവാൻ താല്പര്യമില്ല?
എങ്കിൽ അമ്മയോട് ഇങ്ങോട്ട് വരാൻ പറയട്ടെ? വേണ്ട ഡോക്ടർ. പാവം എൻ്റെ അമ്മ. ഞാൻ കാരണം അപമാനിതയായി കണ്ണുനീർ കുടിച്ചു. അച്ഛൻ ഞങ്ങളെ ഉപേക്ഷിച്ച നാൾ മുതൽ അമ്മ ഒരുപാട് വേദനകൾ സഹിച്ചു. ആ വേദനകൾ ഇരട്ടിപ്പിക്കാനേ എന്നെ കൊണ്ട് സാധിച്ചുള്ളൂ.